ഇറാന് തീർത്താൽ തീരാത്ത പക യു എ ഇയോടാണ് എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് യു എ യിലെ ഏറ്റവും വലിയ അല്ല ഏക ആണവ റിയാക്ടറായ ബറാക്കയുടെ നേരെ മിസൈൽ ആക്രമണം നടന്നു. ബറാക്ക എന്ന് പറയുമ്പോൾ 2.6 ലക്ഷം കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ആണവ റിയാക്ടറാണ്. യു എ യുടെ വൈദ്യുത ആവശ്യത്തിൻ്റെ 25% ഈ ബറാക്ക ആണവ റിയാക്ടറിൽ നിന്നുള്ള വൈദ്യുതി കൊണ്ടാണ് നടക്കുന്നത്. ഇത് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ റിയാക്ടറാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ആകെ ഒരു ആണവ റിയാക്ടർ ഉള്ളത് യു എക്ക് മാത്രമാണ്. സൗദി ആണെങ്കിൽ ഒരു ഗവേഷണത്തിന് വേണ്ടിയുള്ള ഒരു റിയാക്ടർ ചെറിയ തോതിൽ റിയാദിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പുതിയ റിയാക്ടറൊക്കെ ആരംഭിക്കാൻ അമേരിക്കയുടെ സഹായത്തോടെ ആരംഭിക്കാൻ സൗദിയെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് സൗദിയുടെ യു എയുടെ പടിഞ്ഞാറൻ അതിർത്തി സൗദിയുമായി ചേർന്നിട്ടാണ്. ആ മേഖലയിലെ സൗദിയിലെ ആകാശം ക്രോസ് ചെയ്ത് 3 ഡ്രോണുകൾ വന്നു. 2 ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഒരെണ്ണം വന്നിട്ട് ഈ റിയാക്ടറിൻ്റെ ഒരു ജനറേറ്ററിൽ വന്ന് വീണു. ചെറിയ പരിക്കുകൾ ആൾക്കൊക്കെ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഇത് ഈ സെൻസർ ചെയ്ത് വരുന്ന വാർത്തകളാണ്. ഏതായാലും യു എ യുടെ ആണവ വൈദ്യുത കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇത് അതിശക്തമായി തിരിച്ചടിക്കും എന്ന് പ്രതികരിക്കുമെന്ന് യു എ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് മറ്റു 2 വാർത്തകൾ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. യുദ്ധത്തിനിടയ്ക്ക് അല്ലൈനിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി പറന്നു വന്നു, യു എയിൽ വന്നു സംസാരിച്ചു. ഇസ്രായേലി പട്ടാളം യു എയിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത്, മാത്രമല്ല അബ്രഹാം അക്കോർഡ് നടപ്പാക്കുന്ന രാജ്യമാണ് യു എ. ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്നു. ഇതിൻ്റെ പേരിൽ ഒരുപക്ഷെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഉള്ളതിനേക്കാൾ വലിയ പക ഇറാന് യു എയോടാണ്. 2800-ലേറെ മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ രാജ്യത്ത് നേരെ വന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി ഇന്നലെ ഈ യു എക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെ, ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ തോതിൽ ഈ യുദ്ധം വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ചില തന്ത്രപ്രധാനമായ പോയിന്റുകളെ നോക്കി ആക്രമിക്കുക, യു എക്ക് പരമാവധി മുറിവേൽപ്പിക്കുക എന്ന തരത്തിലേക്ക് ഇറാൻ മാറുന്നു എന്നാണോ നമ്മൾ കാണേണ്ടത്? ഇപ്പം യുദ്ധം എത്തി നിൽക്കുന്നത് ഒരു ലാസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുക ചെയ്യും. ലാസ്റ്റ് ബട്ട് വൺ പോയിന്റ് വേണേൽ പറയാം. അതായത് ഒന്നുകിൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കും. 2 കൂട്ടരും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള തീവ്ര ശ്രമത്തിലാണ്. 2 കൂട്ടരും പെട്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇവർക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യം, അവർക്ക് ഇറാനെ സംബന്ധിച്ച്. അപ്പം ഒന്നുകിൽ അതിലേക്കായിരിക്കും മിക്കവാറും കൂടുതൽ പോകാൻ സാധ്യതയുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ സർവനാശമായിരിക്കും. അതായത് ഇപ്പോൾ യു എയുടെ ഈ റിയാക്ടറിൻ്റെ നേർക്ക് ഇപ്പോൾ അവിടെ ഒരു 3 ആഴ്ചയിൽ 1 മാത്രമേ ആ ഒരു ജനറേറ്റർ നശിപ്പിച്ചു. വൻ തീപിടുത്തമൊക്കെ ഉണ്ടായി. പക്ഷേ റേഡിയോ ആക്റ്റീവ് സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു സൂചനയാണ്. ആ സൂചന എന്ന് പറയുന്നത് ലോകത്തിനുള്ളൊരു സൂചനയാണ്. അത് ഇറാൻ പറയുന്നത് അമേരിക്ക തന്നെ അവിടേക്ക് ഡ്രോൺ അയച്ചിട്ട് തങ്ങളുടെ പേരിൽ കുറ്റം ചാർത്താനാണെന്ന് പറഞ്ഞു. അതൊരു നറേറ്റീവാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ അത് അയച്ചത് ഇറാൻ തന്നെയാണ്, സംശയം വേണ്ട കാര്യം. ഇറാൻ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആണവ റിയാക്ടർ ടാർഗറ്റ് ചെയ്യും. തൽക്കാലം ജനറേറ്ററാണ്. പക്ഷെ അത് ടാർഗറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എവിടെ റേഡിയോ ആക്റ്റീവ് പ്രശ്നം ഉണ്ടായാലും അത് യു എയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൻ്റെ പ്രശ്നമാണ്. അല്ല, ഇത് ഒരു സംശയം. ഇപ്പോൾ ഇറാൻ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് ഇറാനിയൻ ഉണ്ട്. അത് അങ്ങനെ ഇപ്പോൾ അമേരിക്കയിലാണ്. അങ്ങേരുമായിട്ട് സംസാരിച്ചിട്ട് ആ സുഹൃത്ത് പറഞ്ഞത് ഇറാനിലെ അവസ്ഥ വളരെ മോശമാണ്. ഇറാൻ ആകെ ഉഴുതു മറിച്ച പോലെ അടക്കമാണ്. തവിടുപൊടിയായിപ്പോയി. നമ്മൾ പറയുന്ന പോലെ ഇറാൻ ആകെപ്പാടെ നശിച്ചു. അത്രമാത്രം ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും. ഇടയ്ക്ക് യു എയുടെ വിമാനങ്ങൾ പോയി ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും യു എയിലിരിക്കുന്ന ഈ ബറാക്ക ആണവ റിയാക്ടറിൻ്റെ ജനറേറ്റർ മാത്രം കൃത്യമായി ഉന്നം വെച്ച് പ്രസിഷൻ സ്ട്രൈക്കാണ്. അതിനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. ഇറാനിന് സാധ്യതയുണ്ട്. കാര്യം ഇറാൻ്റെ സംഗതികൾ മുഴുവൻ മലനിരകളല്ലേ ഇവിടെ, എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. ആ അണ്ടർഗ്രൗണ്ടിൽ മാത്രമല്ല, ഇറാൻ്റെ യഥാർത്ഥ ശക്തി ഇപ്പോഴും എടുത്തിട്ടില്ല. ഇറാൻ്റെ ഒരു ധൈര്യം, കാരണം കഴിഞ്ഞ 45 വർഷമായിട്ട് ഇറാൻ ശ്രമിക്കുന്നത് ഇറാൻ്റെ പുരോഗതിക്ക് വേണ്ടിയല്ല ശ്രമിക്കുന്നത്. ഈ യുദ്ധമുണ്ടാകുമെന്നും ആ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ 45 വർഷവും ഇറാൻ നടത്തിയത്. അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ പാമിലുള്ള ഹോട്ടൽ ആക്രമിച്ചു. ആ ഹോട്ടലിൻ്റെ 3ാം നിലയിലെ മറ്റോ ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുന്നുണ്ട്. ആ ഫ്ലോറിലാണ് ആക്രമിച്ചത്. അപ്പോൾ കൃത്യമായി അവർക്ക് ഇൻ്റൽ കിട്ടുന്നുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, കിട്ടുന്നു. അത് കൊടുക്കുന്ന മുഴുവൻ റഷ്യയും ചൈനയും കൊടുക്കുന്നുണ്ട്. ചൈന അത്യാവശ്യം ബാക്കിയുള്ള സംഗതികളും കൊടുക്കുന്നുണ്ട്, അമ്യൂണീഷനും കൊടുക്കുന്നുണ്ട്. 2 പേരും കൊടുക്കുന്നുണ്ട്.
അപ്പം ചൈനയും റഷ്യയുടെ പിന്നിലുണ്ട്, നമ്മൾ അതിനെയും കാണാതിരിക്കരുത്. അപ്പോൾ ഇത് കൃത്യമായൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, വി ആർ റെഡി. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് വീണ്ടും ഇറാൻ ഇപ്പോൾ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതെ, പുതിയ പ്രപ്പോസൽ. ആ പ്രപ്പോസൽ പ്രകാരം ഒരു ലോങ് ടേം പിന്നെ ഈ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം, ഈ അണു സമ്പുഷ്ടീകരണം കുറച്ച് ദീർഘനാളത്തേക്ക് ഞങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ്. 450 കിലോഗ്രാം തങ്ങളുടെ കയ്യിലുണ്ട്, അത് റഷ്യയിലേക്ക് കൈമാറാം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് നമ്മൾ ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അറഗ്ചി റഷ്യയിലുണ്ടായിരുന്നു. റഷ്യയിൽ പുടിനുമായിട്ടും അതേപോലെ തന്നെ അവിടുത്തെ വിദേശകാര്യ മന്ത്രിയായിട്ടും ഒക്കെ ദീർഘമായ ചർച്ച നടത്തി. അപ്പോൾ ഇന്നലെ റഷ്യൻ വിദേശകാര്യ മന്ത്രി വന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ സിവിൽ അവരുടെ സാമൂഹികമായ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമ്പുഷ്ടീകരണം നടത്തുന്നത് NPT പ്രകാരം, നോൺ പ്രൊലിഫറേഷൻ ഓഫ് ആ ട്രീറ്റി പ്രകാരം എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. അത് വ്യക്തമായിട്ട് പുടിനും പറഞ്ഞിരിക്കുന്നു, മറ്റേ അതേപോലെ തന്നെ പിന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദീർഘമായ ഒരു സംഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ട്രംപിൻ്റെ ആവശ്യം ഈ 450 കിലോഗ്രാം അമ്യൂണിഷൻ അല്ലെങ്കിൽ ഈ സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയം അമേരിക്കയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതൊരിക്കലും ഇറാൻ സമ്മതമല്ല. അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ അവിടെ ഉണ്ടായ മറ്റൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ടാക്കി വരും. ആ അതോറിറ്റിയാണ്, അത് IRGCയുടെ നേവൽ വിഭാഗമാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. ആ അതോറിറ്റിയാണ് അതിൻ്റെ ബാക്കിയുള്ള ന്യൂവാൻസസ് ഒന്നും ആർക്കും അറിയത്തില്ല. ഈ അതോറിറ്റിയാണ് അതിൻ്റെ സർവ്വാധികാരി ഹോർമോസ് കടലിടുക്കിൻ്റെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇറാനിൽ സേ ഇല്ലാണ്ടായി. IRGC ആണ് ഭരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റിനെ കുറിച്ച് കേൾക്കാനേ ഇല്ല. അപ്പോൾ ഇപ്പോൾ IRGC ആണ് അതിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം നടത്തുന്നത്. അപ്പോൾ വാഹിദാണ് മെയിനായിട്ട് അതിൻ്റെ IRGC എന്ന് പറഞ്ഞാൽ അയത്തുള്ളയുടെയാണ്. അപ്പോൾ ഇറാനിൽ വേറെ പട്ടാളമുണ്ട്. അപ്പോൾ അതെ. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇന്നലെ പിന്നെ അബ്ബാസ് പറഞ്ഞിരിക്കുന്ന സാധനം, ഏത് എവൻച്വാലിറ്റിക്കും ഞങ്ങൾ തയ്യാറാണ്. ഈ ഒരു പിന്നെ യുദ്ധത്തിൽ നിന്ന് ഏപ്രിൽ 8-നാണ് വെടിനിർത്തൽ വന്നത്. എന്നിട്ട് അത് പിന്നെ ട്രംപ് അനന്തമായിട്ട് നീട്ടിക്കൊടുക്കുക ചെയ്ത്. അതായത് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ്. ക്ഷീണിച്ചു. കാര്യം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അമേരിക്കൻ ജനതയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ആഭ്യന്തര പ്രശ്നമാണ് അവിടെ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് ഇന്നലത്തേക്ക് ഒന്നും റിപ്പോർട്ട് എന്ന് വെച്ചാൽ വിയറ്റ്നാമിൽ ചെന്ന് പെട്ടതിനേക്കാൾ വലിയ കെടിയിലാണ് അമേരിക്ക പോയി പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0% ആയിരിക്കുന്നു അമേരിക്കയുടെ ഈ ട്രസ്റ്റ് വിശ്വാസ നിലവാരം. അത് കംപ്ലീറ്റ് പോയി. ലോകരാജ്യത്ത് പോയി. ഇനി അത് റീബിൽഡ് ചെയ്യാനും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഈ നിരീക്ഷകരെ പറയുന്നത് ശരിയാണ്. കാര്യം അമേരിക്കയെ ഇനി ഒരു രാജ്യത്തിനും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ പിന്നെ മോദിയുടെ വിസിറ്റ് കണ്ടില്ലേ, യൂറോപ്പിലേക്ക് പോയി. നമ്മുടെ FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നതിന് ശേഷമുള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്, അതിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ ഈ 5 രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ UAE പോയി, അവിടെ നിന്ന് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇറ്റലിയിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു മാറ്റം വരുന്നത് ലോകരാഷ്ട്രങ്ങൾ റീഅറേഞ്ച് ചെയ്യുകയാണ്, പുതിയ ഒരു സമവാക്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കാണണം. അതുമാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട അമേരിക്ക എന്നുള്ള ഇമേജ് ഉണ്ടല്ലോ, അതങ്ങോട്ട് തകർന്നടിയുന്നൊരു ചിത്രം കാണുന്നുണ്ട്. അതിൻ്റെ പ്രഷർ എല്ലാ രീതിയിലും അമേരിക്ക നേരിടുന്നുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വാങ്ങുന്നുണ്ട്. സാമ്പത്തിക ആയുധങ്ങൾ തീർന്നു. ആയുധങ്ങൾ തീർന്നു. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഈ വീണ്ടും അമ്യൂണിഷൻസ് കയറ്റി അയച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതൊരെണ്ണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഏപ്രിൽ 8 മുതൽ വെടിനിർത്തലാണ്. അതെ. അപ്പോൾ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കിയ സാധനം, ഈ ചുട്ടെടുത്ത സാധനങ്ങൾ കപ്പലിൽ കയറ്റി ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇറാൻ കൃത്യമായ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ബറാക്കായിലെ ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തുകൊണ്ട് വി ആർ റെഡി ഫോർ എനി ഇവൻച്വാലിറ്റി എന്നാണ് ഈ അബ്ബാസ് അറാഗ്ചി പറഞ്ഞിരിക്കുന്നത്. അത് അവിടുത്തെ സൈന്യത്തിൻ്റെ തീരുമാനമാണ്. സൈന്യം ഹോർമോസിൻ്റെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കലി അത് അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. കാര്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഡിസിഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ഉപാധി, ഇപ്പം റഷ്യയിലേക്ക് ഒരു മാറ്റാൻ തയ്യാറാണ്.
ഇറാൻ എൻറിച്ചഡ് യുറേനിയം. എൻറിച്ച്ഡ് യുറേനിയം 450 കിലോഗ്രാം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ആ 450 കിലോഗ്രാം അവർ റഷ്യയിലേക്ക് മാറ്റാൻ തയ്യാറാണ്. ഇനി അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ല, അങ്ങനെ സംശയിക്കപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ആർക്കും അറിയാൻ പറ്റുന്നില്ല ഇവരുടെ അണ്ടർഗ്രൗണ്ട് കപ്പാസിറ്റി. ഒരു സമാന്തര ഇറാൻ പോലെ തന്നെ ഒരു രാജ്യം പോലെയാണ് ഇവരുടെ ഈ ഭൂമിക്കടിയിലെ ഈ ആയുധ ശേഖരങ്ങളും അവരുടെ ഈ ട്രാഫിക്കും എന്നാണ് പറയുന്നത്. ഈ സാധാരണ അറിവുകളല്ല ഒരു സമാന്തര രാജ്യം പോലെ തന്നെ ഭൂമിക്കടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള ശ്രമമാണല്ലോ ഇവരുടെ. അപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടം വെച്ചിട്ടാണ് ഇവർ ആയുധങ്ങളുടെ ഗ്രേഡ് കൂട്ടിവിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പം ഈ ബറാക്കയിലെ ആക്രമിക്കുക, ഈ ന്യൂക്ലിയർ റിയാക്ടർ തകർക്കുക എന്ന് പറഞ്ഞാൽ UAE നശിപ്പിക്കുന്നില്ല. മാത്രമല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ പറഞ്ഞിരുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശത്രുവിന് അഭയം കൊടുത്തിരിക്കുന്ന, അതല്ല അഭയമല്ല, ഈ താവളം കൊടുത്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളുടെ ശത്രു രാജ്യങ്ങൾ ശിക്ഷിക്കുവരെ. അത് കഠിനമായിട്ട് ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദുബായ് തകർത്ത് തരിപ്പണമായി കളഞ്ഞു. ദുബായ് എങ്ങനെ തരിപ്പണമാക്കി? യുദ്ധം ചെയ്തിട്ടല്ല. അവിടെ കാരണം അവർക്ക് 2% എണ്ണ മാത്രമേ ഉള്ളൂ വരുമാനത്തിൽ. ബാക്കി ഈ ടൂറിസവും റിയൽ എസ്റ്റേറ്റുമാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഈ പിന്നെ ആളുകൾ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ബാങ്കിങ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സേഫ് ഹെവൻ ആയിരുന്നു. അതാണ് ആക്രമണം നടന്നു. കാര്യം അവരെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഒട്ടേറെ ഇപ്പോൾ HSBC തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ബാങ്കുകളൊക്കെ ഇല്ലേ, ഇതെല്ലാം പിന്നെ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ ഈ സേഫ് ഹെവനാണ് ലോകത്തിലെ മുഴുവൻ സമ്പന്നരെ അവിടെ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പോൾ അതും നശിച്ചു. അതുകൊണ്ടാണ് പേര് മാറി. ഇനി ആ ദുബായ്ക്ക് പഴയതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതാണ് പല പിന്നെ ഈ വിദേശകാര്യ നിരീക്ഷകരും കരുതുന്നത്. യുദ്ധം അവസാനിച്ചാൽ പോലും പ്രയാസം എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ സേഫ് ഹെവൻ ലേബൽ, ആ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരില്ലെന്നാണ് പറയുന്നത്. അവിടെയാണ് അതിൻ്റെ കാര്യം. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അവരുടെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇറാൻ യുദ്ധം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഏത് എവൻച്വാലിറ്റിക്കും, ഏത് സംഗതിയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ ഇതിന് വഴങ്ങാനും തയ്യാറാണ്. അതായത് ഒരു ലോങ് ടേം എഗ്രിമെൻറ്റ്, അതായത് ഈ ആയുധത്തിന് വേണ്ടിയിട്ടുള്ള സമ്പുഷ്ടീകരണം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ലോങ് ടേം എഗ്രിമെൻറ്റ് ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ള 450 കിലോഗ്രാം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിൽ കൊണ്ടുവയ്ക്കാനും തയ്യാറാണ്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുകയായി. അപ്പോൾ അങ്ങനെ ഒരു, അതുപോലെ തന്നെ പിന്നെ ഇസ്രായേലും ലെബനനും തമ്മിലൊരു 45 ദിവസത്തെ വെടിനിർത്തൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ വെടിനിർത്തൽ ഇവിടെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് പോയി അടിക്കുന്നുണ്ട്. അതും ഇവർ കണക്ട് ചെയ്യുന്നുണ്ട്. കണ്ടീഷനാണ് ലെബനോനെ ആക്രമിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മധ്യ ഏഷ്യയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ ആ ഒരു മൊത്ത അന്തരീക്ഷത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ സംഗതി പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ യുദ്ധം, മധ്യ ഏഷ്യയിലെ യുദ്ധം മുഴുവൻ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് നേരിടുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിലൊന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം ബറാക്ക റിയാക്ടറിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളത് സത്യത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതെ, നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്തു. അതെ, അതാണ് സങ്കടം. നമ്മളെല്ലാം പത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും. പക്ഷേ സത്യത്തിൽ അത് ഒന്നാം പേജിൽ വലിയ വാർത്തയാണ്. അത് ഞാൻ പറഞ്ഞത്, അത് UAE മാത്രം അഫക്ട് ചെയ്യുന്ന സാധനം അല്ലത്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക്, നമ്മുടെ പിൻഗാമികളായി ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇരിക്കുന്ന, പത്രങ്ങളിലും ചാനലുകളിലും ഇരിക്കുന്നവർക്ക് ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവാത്ത? സിമ്പിൾ അല്ലേ? അതായത് മാധ്യമപ്രവർത്തനം 2 വഴിയുണ്ട്. മാധ്യമപ്രവർത്തനം നന്നായി നടത്തുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിംഗ് പിന്നാലെ വരും. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും ചെയ്യുന്നത് റേറ്റിംഗിന്റെ പിന്നാലെ മാധ്യമപ്രവർത്തനത്തിന് പോവാണ്. റേറ്റ് കിട്ടുന്ന വാർത്ത മാത്രമേ മതി. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പക്ഷേ അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. സതീശൻ UDF ജയിപ്പിക്കാൻ ശ്രമിച്ചു. അയാൾ മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചു, പറഞ്ഞതാണ്. ബാക്കി 2 പേരും മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചു, ജയിപ്പിക്കാൻ ശ്രമിച്ചില്ല. അവസാനം ജയിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ റിസൾട്ടാണ് സ്വാഭാവികമായിട്ടും സതീശന് വന്നു. അതാണ് റേറ്റിംഗിന്റെ പ്രശ്നം. മാധ്യമപ്രവർത്തനം നന്നായി നടത്തുകയാണെങ്കിൽ റേറ്റിംഗ് പിന്നാലെ വരും. ഇതിപ്പോ ഒരു ദിവസം പഴയ വാർത്തയാണ്. അതെ, എന്നാൽ പോലും 2 ദിവസമായി. എന്നാൽ പോലും നമ്മൾ ഇന്നെടുക്കാനുള്ള കാരണം നമ്മുടെ മീഡിയ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേയില്ല. അത് വളരെ സത്യമാണത്. അത് പരിതാപകരമായ അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇനി ഒരു അമേരിക്ക ഇവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വേൾഡ് കാണാൻ പോകുന്നത് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ആയിരിക്കും.
അല്ലെങ്കിൽ ഒരു അണുസ്ഫോടനമാണെങ്കിൽ അണുസ്ഫോടനം. സ്ഫോടനം അണുസ്ഫോടനം. എവിടെയെങ്കിലും അത് അറ്റാക്ക് ആണെങ്കിലും അത് ഒരു റിയാക്ടർ ഇനി തകർക്കപ്പെടുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് പോയി ടച്ച് ചെയ്യുന്നത് ന്യൂക്ലിയർ ഈ അണുവിൽ ഈ അല്ല, ഇതേ ന്യൂക്ലിയർ പ്രശ്നം സംഗതി. ഇറാനും ഉണ്ട്. അതെ. ഇറാന്റെ കയ്യിലുണ്ട് ബുഷഹർ എന്ന് പറയുന്ന ഒരു ആണവ റിയാക്ടർ ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് അമേരിക്ക തൊടാതെ വെച്ചിരിക്കുക. അല്ല അതാ ഞാൻ പറഞ്ഞത്. അവിടെ പോയി ഹിറ്റ് ചെയ്താലും ഇത് സംഭവിക്കും. അതാ എന്തിന് ഇറാൻ ജനത ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോളറിന് 14 ലക്ഷം രൂപയാണ് ഇറാനിലെ റിയാൽ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചാൽ അവിടുത്തെ ജനം എങ്ങനെ ജീവിച്ചിരിക്കുന്ന പോലെ നമുക്ക് അതിശയമാണ്. അതെ അതെ. എങ്ങനെ ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും ജീവിച്ചിരിക്കുന്നുള്ളതുണ്ടല്ലോ ഒരു മഹാത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത്. കാര്യം യാതൊന്നും നടക്കുന്നില്ല ഇപ്പോൾ അവിടെ. കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഒരുമാതിരി ചത്ത മരവിച്ച എക്കോണമിയാണ്. എന്നിട്ട് ഇപ്പം യുദ്ധത്തിലാണെങ്കിൽ തകർന്ന തരിപ്പണമായി. എന്നിട്ടും അവർ ജീവിച്ചിരിക്കുന്നു. വലിയ അത്ഭുതം പോലെയാണ്. എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്ത് പറഞ്ഞ് ഉഴുതിട്ട പാടം പോലെയാണ് ഇറാനിപ്പോൾ. ഇറാൻ അവിടെ ഒന്നുമില്ല, എല്ലാം തകർന്ന് തവിടുകൂടിയായി പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെന്തിനും തയ്യാറായി. ഒന്നുകിൽ സമ്പൂർണ്ണ നാശം. അപ്പോൾ അമേരിക്ക വിചാരിച്ച പോലെ ഒരു റിജീം ചേഞ്ച് കൊണ്ടുവരാനും പറ്റിയില്ല, ഭരണമാറ്റം കൊണ്ടുവരാനും പറ്റിയില്ല. അത് കാരണം അവരൊരു കൺവെൻഷണൽ രീതിയിലാണ് ചിന്തിച്ചത്. ഒരാളുടെ തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തല പല തലകളായിട്ട് ഹൈഡ്രയുടെ തലകൾ പോലെയാണ് വീണ്ടും 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 വരുന്ന അവസ്ഥയിലാക്കി. അപ്പോൾ അതാണ് അവർ മനസ്സിലാക്കാതായി പോയത്. അത് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അഹങ്കാരമാണ്. അവരുടെ അഹങ്കാരത്തിന്റെ ഒരു ഏറ്റ അടിയും കൂടെയാണ് സംഭവം. അമേരിക്കയുടെ അഹങ്കാരവും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ എന്താണ് അജ്ഞതയും കൂടെ നമുക്ക് തുറന്നു പറയാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷമാണ്. കാരണം ഇത് പറയണമല്ലോ. അല്ല, ഇത് സങ്കടം തോന്നും കേട്ടോ. ഈ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അതിന്റെ ഒരു മർമ്മം മനസ്സിലായി. അതാണ് ഈ മാധ്യമപ്രവർത്തനത്തിന്റെ ഹരവെന്ന് പറയുന്നത് ചില സംഗതികളുടെ മർമ്മം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹരവാണ്. അതെ അതെ. അത് അവർക്ക് മനസ്സിലാകാൻ പറ്റാതായി പോയി എന്നുള്ളതാണ്. അല്ല, ഞാനാണേലും ഇത് 15-ാം തീയതി കുറിച്ച് വെച്ചതാണ്. പക്ഷേ നമുക്കത് അന്ന് എടുത്തില്ല. അന്ന് വേറെ സംഭവങ്ങൾ വന്നിട്ട് മാറിപ്പോയി. പക്ഷേ അത് നിർബന്ധം ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മുടെ പത്രങ്ങളിൽ വരും വരും വരും, പത്രത്തിലില്ല, ചാനലിലില്ല. അപ്പോൾ പിന്നെ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം, 40 ലക്ഷത്തോളം ആളുകളാണ് ഈ ഗൾഫ് അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അത് മാത്രമല്ല സുനിലേ, ഈ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ മറ്റേ ഓയിൽ വെൽസ് ഇല്ലേ, എണ്ണ ഉൽപ്പാദനം, ഇത് നിർത്താൻ പറ്റത്തില്ല. നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ വെല്ല് ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ടൺസ് ആണ് ഇപ്പം കുവൈറ്റും ഇറാനും കടലിൽ ഒഴുക്കുന്നത്. അതെ, ഇറാൻ എന്നിട്ട് പഴയ 30-40 വർഷം പഴക്കമുള്ള കപ്പലുകൾ കൊണ്ടുവന്നിട്ട് അതിൽ ഫില്ല് ചെയ്യാണ്. അത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ കടലിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പം പല സ്ഥലങ്ങളിൽ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ വരും, അത് ഒഴുകി വരും, ടാറായിട്ട് വരും. മനസ്സിലായില്ലേ? അത് നമുക്ക് പോലും ഭീഷണിയാണ്. പരിസ്ഥിതി ഭയങ്കര നാശം ഉണ്ടാകും. ഒരു കപ്പലിന്റെ തന്നെ ഈ എണ്ണക്കപ്പലുകൾ മുങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മുടെ തീരങ്ങളിലൊക്കെ ഒന്ന് അടിയാറുണ്ട് ഈ ഇതിന്റെ ടാർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭീഷണിയാണ് കടലിലേത്. അല്ല, അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് UAE അവരുടെ എണ്ണ കൊണ്ട് ഇന്ത്യയിൽ സംഭരിക്കാൻ. അതെ അതെ, അതാണ് അതിന്. അപ്പൊ അതുകൊണ്ടാണ് മോദി ശക്തമായിട്ട് ഈ മറ്റേ UAE ആക്രമണത്തിന് അപലപിക്കുന്ന സാധനം. എന്നാൽ ഇറാൻ എന്നുള്ള പേര് പറഞ്ഞിട്ടുമില്ല. കാര്യം ഇപ്പം നമ്മൾക്ക് ആകെയുള്ള രക്ഷയായിട്ട് നിൽക്കുന്നത് UAE ആണ്. അതെ, അപ്പം അവർ ഒപ്പക്കിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഏതായാലും നമുക്ക് ഇത് വളരെ ആശങ്കയും ചില കാര്യങ്ങളിൽ നമുക്ക് പ്രത്യാശയുമുള്ള വാർത്തയാണിത്. നമ്മൾ എന്തായാലും ചർച്ച ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ പറയാതെ പോകുന്ന കാര്യങ്ങൾ പറയാൻ കൂടിയാണ് നമ്മൾ ഇന്ത്യ ലെവലിൽ ഇരിക്കുന്നത്. നമ്മളോടൊപ്പം തുടർന്നും സഞ്ചരിക്കുക. നമുക്ക് വീണ്ടും കാണാം.